എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമാണ് ഏത് സർട്ടിഫിക്കറ്റ് എടുക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ എന്നുള്ളത്. ആക്ച്വലി എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ ഈ ഫീൽഡിൽ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാന്നുള്ളത് ഒരുപാട് വഴികളുണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് വഴികളിലൂടെ ഇത് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അതുപോലെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് NABH ആയിക്കോട്ടെ, അതുപോലെ പർച്ചേസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ, സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പഠിക്കാൻ. അപ്പൊ നോളജിനുപരി നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ മൂല്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഒരു വർഷമല്ല, നമ്മൾ 2 വർഷമോ 3 വർഷമോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ഈ ഫീൽഡിൽ തന്നെ കയറുകയാണ്, അല്ലെങ്കിൽ ഫർദർ ഹയർ സ്റ്റഡീസിലേക്ക് പോവാണ്, അപ്പോഴൊക്കെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ. എന്ത് പഠിച്ചു എന്നുള്ളതും അതുപോലെ എവിടെ നിന്ന് പഠിച്ചു, ഏത് സർട്ടിഫിക്കറ്റ് എടുത്തു എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, കൂടുതലും നമ്മുടെ ഇപ്പോൾ കുട്ടികളെല്ലാം പുറത്തു പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടല്ല, അത് തന്നെയാണ് ഒരു റീസൺ, നല്ല മൂല്യമുള്ള സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളത്. അത് US ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ USA ഒരു ഒഴുക്ക് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സർട്ടിഫിക്കേഷൻ വാല്യൂ തന്നെയാണ് ഡെഫിനറ്റ്ലി. സോ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ആയിക്കോട്ടെ, വാട്ടൺ ബിസിനസ് സ്കൂൾ ആയിക്കോട്ടെ, അതിലെല്ലാം അംഗീകാരം കൊടുത്ത അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ANSI അണ്ടറിൽ വരുന്ന ISH പ്രോഗ്രാം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിൽ ആ ഡ്യുവൽ അക്രഡിറ്റേഷൻ, അതിൻ്റെ ഒപ്പം ഇത് മാത്രമല്ല, ഡ്യുവൽ അക്രഡിറ്റേഷൻ ഉള്ള ഒരേ ഒരു സ്ഥാപനം നമ്മുടെ IBIS അക്കാഡമിയാണ്. ആ ഒരു കോഴ്സ് നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 അക്രഡിറ്റേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഒന്നെന്ന് പറയുന്നത് ISH US-ഉം അതേപോലെ തന്നെ QCL അണ്ടറിൽ വരുന്ന NABERS സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂവിന് എപ്പോഴും നമ്മൾ പോകുമ്പോൾ പല പ്രാവശ്യവും ഞാൻ കുട്ടികൾക്ക് പറയുന്ന ഒരു ഗൈഡൻസ് ആണ് നമ്മുടെ CVs പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പഠിച്ചു, അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു, ഏതൊക്കെ അക്രഡിറ്റേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് ഈ 2 അക്രഡിറ്റേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ CV വേഗം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ നല്ലോണം എക്സൽ ചെയ്യാൻ സാധിക്കും. സോ എന്തുകൊണ്ടും നമ്മളെ ഇപ്പം അപ്കമിങ് എന്നല്ല പറയാ, ആക്ച്വലി ഒരിക്കലും താഴേക്ക് പോകാത്തൊരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്വാളിറ്റി മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിന്റെ, നമ്മളായാലും ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു കസ്റ്റമർ റിലേഷൻ തൊട്ടിട്ട് ലാസ്റ്റ് സർവീസ് വരെ നമ്മൾ നോക്കും. സോ ആ ഒരു സംഭവം നമുക്ക് ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണമെങ്കിൽ ഈ ഒരു കോഴ്സ് അത്രയും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ മേഖലയിൽ. സോ ഡെഫിനറ്റ്ലി ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് എന്തുകൊണ്ടും നല്ല രീതിയിൽ കരിയർ ഈ ഫീൽഡിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ, അതുപോലെ ISH US-ൽ പോയിട്ട് നമ്മൾ ഇന്ത്യ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരേ ഒരു സ്ഥാപനം IBIS അക്കാഡമി കാണാവുന്നതാണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് അവൈലബിൾ ആണെന്ന് നമ്മുടെ നാട്ടിൽ. സോ ഏത് ബ്രാഞ്ചിലായാലും നമുക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സൽ ചെയ്യാവുന്നതുമാണ്.